അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശുപരനേ. പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എന്തും ഏതും എപ്പോഴാണ് വിലപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുക? നാം പലപ്പോഴും പലരോടും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് ഇന്നതാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന കാര്യങ്ങളാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷവും ആഹ്ലാദവും അനുഭവിച്ചത് ഇന്ന ഘട്ടങ്ങളിലാണ്. നാം പറയാറുണ്ട് അങ്ങനെ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാത്തിനെയും ഒരുപോലെ വിലപ്പെട്ടതായിട്ട് കാണുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? എപ്പോഴാണ് അത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതായി മൂല്യമുള്ളതായിട്ട് തോന്നുന്നത്? മഹാനായ ഒരു മനുഷ്യൻ പറയുന്നു, 2 ഘട്ടങ്ങളിലാണ് എന്തും ഏതും നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നത്. ഒന്ന്, നാം ആഗ്രഹിക്കുന്ന ഒരു വസ്തു നമുക്ക് കിട്ടുന്നത് വരെ അത് വിലപ്പെട്ടതായിരിക്കും. പ്രതീക്ഷയോടെ, വലിയ ആഗ്രഹത്തോടെ, കൊതിയോടെ കാത്തിരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ സഫലമായി തീരുന്നത് വരെ നമുക്കത് വളരെ പ്രധാനപ്പെട്ടതും മൂല്യമുള്ളതായിട്ടും തോന്നും. എന്നാൽ പലപ്പോഴും അത് ലഭിച്ചു കഴിയുമ്പോൾ അത്രത്തോളം പ്രാധാന്യം, അത്രത്തോളം താല്പര്യം അതിലുണ്ടാകണമെന്നില്ല. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ എന്തും ഏതും ഏറ്റവും വിലപ്പെട്ടതായി നമുക്ക് തോന്നുന്നത് അത് നഷ്ടപ്പെടുമ്പോഴാണ്. ആഗ്രഹിച്ചിരുന്ന് കിട്ടിയത്, വലിയ പ്രാധാന്യമില്ലാതെ നാം കൊണ്ടു നടന്നത്, എന്നാൽ നമ്മുടെ ജീവിതത്തെ നിർണായകമായി പരിപാലിച്ചത് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നാം അതിൻ്റെ വില അറിയുക. പലരും പലപ്പോഴായി പറയാറുണ്ട്, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നഷ്ടപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം. എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് നഷ്ടപ്പെട്ടതാണ് എന്നെ ഏകാന്തതയിലേക്ക് തള്ളിവിട്ടത്. എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നഷ്ടമായതാണ് എൻ്റെ ഹൃദയത്തെ കീറി മുറിച്ച് കളഞ്ഞത്. എനിക്കുണ്ടായിരുന്ന നല്ല ഉദ്യോഗം നഷ്ടപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞത്. എൻ്റെ സൗഹൃദം എനിക്ക് നഷ്ടപ്പെട്ടതാണ് എന്നെ ഏറെ ദുഃഖിതനാക്കി തീർത്തത്. അങ്ങനെ നാം നഷ്ടദുഃഖങ്ങളെ പലപ്പോഴും അയവിറക്കുന്നവരാണ്. ഓർക്കുക, ഒന്ന്, നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സഫലമായി തീരുന്നത് വരെ മാത്രമേ നാം അതിന് പ്രാധാന്യം കൽപ്പിക്കാറുള്ളൂ. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ വന്ന വിലപ്പെട്ട പലതും നമുക്ക് നഷ്ടമാകുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം തന്ന നല്ല ദാനങ്ങളെ ശ്രേഷ്ഠമായി കണ്ട് അവയുടെ വില മനസ്സിലാക്കി അവ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സ്വാധീനത്തെ തിരിച്ചറിഞ്ഞ് ഹൃദയപൂർവ്വം ആദരവോടെ വർദ്ധിച്ച സ്നേഹത്തോടെ അതിനെ ശ്രേഷ്ഠമായി കാണാൻ, താലോലിക്കാൻ, ഏറ്റെടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറെ മൂല്യമുള്ളതായി തീരുക, അനുഗ്രഹകരമായി മാറുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നുള്ളം നിന്നില ആഴമാ വിശ്വാസത്താ ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല.
എന്നു